നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാല അതിനോടനുബന്ധിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല ശുചീകരണത്തിൽ കോർപ്പറേഷന്റെ അവകാശവാദങ്ങളെ തള്ളി ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. മാർച്ച് 3-നായിരുന്നു പൊങ്കാല നടന്നത്. പൊങ്കാല കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ നഗരം ശുചീകരിച്ചുവെന്ന മേയർ വി രാജേഷിന്റെ വാദങ്ങൾ അതിനെ തള്ളുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശുചീകരണം പൂർത്തിയാക്കാൻ 3 ദിവസം എടുത്തെന്നും ക്ഷേത്ര പരിസരങ്ങളിലെ മാലിന്യം ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ കളക്ടർ അനുകുമാരി റിപ്പോർട്ട് നൽകിയത്. ക്ഷേത്ര പരിസരത്തും ചില ഭാഗങ്ങളിലും മാലിന്യം ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്സവ മേഖല നേരിട്ട് സന്ദർശിച്ചാണ് ജില്ലാ കളക്ടർ റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചത്. ക്ഷേത്ര പരിസരം 2 ദിവസത്തിനുള്ളിൽ വൃത്തിയാക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. വിവാദങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ കളക്ടർ റിപ്പോർട്ട് കൂടി വന്ന സ്ഥിതിക്ക് ഏത് രീതിയിലാണ് കാര്യങ്ങൾ, ഇനി കോർപ്പറേഷന്റെ ഒരു മറുപടി എന്താണ്, ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം പല സ്ഥലത്തും മാലിന്യം കെട്ടിക്കിടക്കുന്നത് നഗരവാസികൾക്ക് ഭീഷണിയാണെന്നും ഇത് പരിഹരിക്കാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ LDF പാർലമെന്ററി പാർട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. ഇതിനിടെയാണ് ശുചീകരണത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. പൊങ്കാല കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും നഗരമധ്യത്തിലെ സംസ്കൃത കോളേജിൽ നിന്ന് മാലിന്യം നീക്കാത്തതിനാൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കോളേജും പരിസരവും നേരത്തെ വൃത്തിയാക്കിയിരുന്നു. പക്ഷേ നഗര ശുചീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് മുന്നിലുള്ളതുകൊണ്ടാണ് എന്നുമായിരുന്നു BJPയുടെ അവകാശവാദം. പക്ഷേ തള്ളും തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേസമയം നഗരം ശുചീകരിച്ച തൊഴിലാളികളെ വരെ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ആദരിച്ചിരുന്നു. മേയർ അതിനുശേഷം ഏറെ സന്തോഷം തോന്നിയ ഒരു കൂട്ടായ്മയിലാണ് താൻ പങ്കുചേരുന്നതെന്നും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജീവനക്കാരുടെയും ശുചീകരണ തൊഴിലാളികളുടെയും മുഴുവൻ കൗൺസിലർമാരുടെയും ടിപ്പർ ലോറികൾ ഉൾപ്പെടെ സ്പോൺസർ ചെയ്ത വിവിധ സംഘടനയുടെ ഭാരവാഹികൾ എന്നിവരുടെ ഒരുമിച്ച് ചേരൽ വളരെ നല്ല അനുഭവമായി മാറിയെന്നും മേയർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ആ ഒരു പരിപാടിയുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരവും കേരളവും എന്നല്ല, നമ്മുടെ രാജ്യം മുഴുവനും ശ്രദ്ധിക്കുന്ന പ്രദേശമായി നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വളരെ വിശാലമായിട്ടുള്ള സാധ്യതകളാണ് അതിന്റെ ഒരു കാരണം. അതോടൊപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടെ പത്മനാഭസ്വാമി ക്ഷേത്രവും ഭീമാപള്ളിയും ഒക്കെ ഉൾപ്പെടെ വെട്ടുകാട് പള്ളിയൊക്കെ ഉൾപ്പെടെ ലോക പ്രശസ്തമായ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശമായതുകൊണ്ടും ഞങ്ങൾ പലപ്പോഴും പറയുന്നത് പോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ തന്നെ പരമ്പരാഗതമായി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ നാട് ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളും അത് ലോകം ശ്രദ്ധിക്കുകയാണ്, വളരെ പ്രതീക്ഷയോടെ ശ്രദ്ധിക്കുകയാണ്. ഭരണകൂടങ്ങൾ ഏതൊക്കെ തരത്തിൽ മാറി മാറി വന്നാലും തിരുവനന്തപുരത്ത് ഓരോ ദിവസവും സംഭവിക്കുന്ന ചലനങ്ങൾ നാട് വളരെ പ്രതീക്ഷയോടെ നിരീക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ അണിചേരുന്ന ആറ്റുകാൽ പൊങ്കാല വളരെ നല്ല രീതിയിൽ വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോകുന്നത്. അത് ഇന്നലെ തുടങ്ങിയതല്ല, അത് വർഷങ്ങളായി ഭരണസമിതിയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും അതോടൊപ്പം തന്നെ അതാത് സമയമുണ്ടാകുന്ന രാഷ്ട്രീയ നേതൃത്വവും മുഴുവൻ ജീവനക്കാരും ചേർന്നുകൊണ്ട് കൈമെയ് മറന്നുകൊണ്ട്, അതിന് റിസർച്ച് അസോസിയേഷൻ സഹകരിക്കുന്നുണ്ട്, വിവിധ ആരാധനാലയങ്ങൾ സഹകരിക്കുന്നുണ്ട്, എല്ലാവരും അവരവരുടെ കാര്യമായി അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യത്തോടെ മനോഹരമായി നടത്തിക്കൊണ്ടു പോവുകയാണ്. ഞങ്ങൾ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ നിങ്ങളോടൊക്കെ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്, 4ാമത്തെ ദിവസം യോഗം ചേർന്ന് ഇതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചത്. വർഷങ്ങളായി ആറ്റുകാൽ പൊങ്കാലയുടെ എല്ലാ തയ്യാറെടുപ്പുകളും കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ പരിചയസമ്പന്നരായ ഒരു ടീമാണ് ആരോഗ്യ വിഭാഗത്തിലുള്ളത്. നമ്മുടെ HOയും HSമാരും ഒക്കെ തന്നെ ഓരോ ചലനങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് മനഃപ്പാഠം ചെയ്തവരാണ്, അനുഭവ സമ്പത്തുള്ളവരാണ്. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാൾ മെച്ചമായിട്ട് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിന്റെ മുൻകരുതൽ എന്തൊക്കെ എടുക്കണമെന്നൊക്കെ തന്നെ അവർ കൃത്യമായിട്ട് ഞങ്ങൾക്ക് വിവരം തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ മിഷനറി ഉണർന്ന് പ്രവർത്തിക്കുകയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അപ്പോഴപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ
മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു കർശനമായ നിലപാട് സ്വീകരിച്ചു. സമയബന്ധിതമായി തന്നെ ടാറിംഗ് കാര്യങ്ങൾ പൂർത്തിയാക്കണം. മഞ്ജുവിന്റെ നേതൃത്വത്തിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ നന്നായിട്ട് അവധി ദിവസങ്ങളിൽ പോലും പ്രവർത്തിച്ചുകൊണ്ട് 20 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ടാറിംഗ് പണികൾ തന്നെ പൂർത്തിയാക്കി. അങ്ങനെ തുടക്കം മുതൽ വളരെ മനോഹരമായി ഒടുക്കം വരെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു എന്ന് പൊങ്കാല കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ പറയുന്ന തരത്തിലേക്ക് വളരെ ഭംഗിയായി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പൊങ്കാലയുടെ എല്ലാ നടത്തിപ്പുകളും നടത്തുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സാധിച്ചു എന്നുള്ളിടത്താണ് മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ അങ്ങേയറ്റം തന്നെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടി ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട് ഒരു മാതൃകയായിട്ട് മാറുകയാണ്. ഞാൻ ഈ അവസരത്തിൽ കൃത്യമായിട്ട് ഇപ്പോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജോലി ആരംഭിച്ച് വളരെ ഉത്സാഹത്തോടെ ഞാൻ ആ മണക്കാട് ഭാഗത്ത് നിന്നപ്പോഴേക്കും എച്ചോയോട് ഞാൻ ചോദിച്ചു, ഇത്ര വേഗം ഇവിടെയൊക്കെ ക്ലീനായ? കാരണം ഞങ്ങൾ ആറ്റുകാലം ഓടി മണക്കാട് എത്തിയപ്പോഴേക്കും അവിടുത്തെ റോഡിലെ ചവറൊക്കെ മാറിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ശ്രീമതി സിന്ധു ശശിയും നമ്മുടെ പാറ്റൂർ രാധാകൃഷ്ണനുമാണ് സ്റ്റാച്യു ഭാഗത്ത് നേതൃത്വം കൊടുത്തത്. ഞങ്ങൾ ആറ്റുകാലം ഓടി സ്റ്റാച്യൂവിൽ എത്തിയപ്പോഴേക്കും സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ടുള്ള അവിടെ നിന്നുള്ള മുഴുവൻ വിറകിന്റെ അംശങ്ങളും അതോടൊപ്പം തന്നെ ചുടുകല്ല് വിറകിനോടൊപ്പം തന്നെ വിറക് മാറ്റുന്ന അതേ സമയത്ത് തന്നെ ചുടുകല്ലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു. ചിലർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ ഈ മൂവ്മെന്റ് ശക്തമായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് സെക്രട്ടറിയും ഞാനും MR ഗോപനും HS HO ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടീം ഞങ്ങൾ 2-3 കാറുകളിലായിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടുത്തെ HE അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ നോക്കി മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ മാലിന്യം കുറച്ചുണ്ട്, ചുടുകലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 5 മണിയായി കാണുള്ളൂ, കൂടുതൽ 5-6 മണിയായി കാണുള്ളൂ. ഞങ്ങൾ HE വിളിച്ചു. HE താഴെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കുമാരപുരത്ത് എന്നൊരു ടീമും ഉള്ളൂരെന്ന് വേറൊരു ടീം വൃത്തിയാക്കി കൊണ്ടുവരികയാണ്. അത് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ഒരു 6-7 മണിയാകും. അപ്പോഴേക്കും തീർച്ചയായും സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് 6:30 മണി കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഉൾപ്പെടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ രാത്രി ഒരു 8 മണിയായപ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 7-8 മണിയായപ്പോഴേക്കും പാറ്റൂർ രാധാകൃഷ്ണൻ HS ബിജു വിളിച്ചിട്ട് പറഞ്ഞു 8:30 മണിക്ക് സ്റ്റാച്യൂവിൽ കൃത്രിമ മഴ പെയ്ച്ചുകൊണ്ട് റോഡ് ശുചീകരിക്കുന്ന നടപടികൾ ആരംഭിക്കുവാൻ പോവുകയാണ്. മേയർക്കൊക്കെ എത്താൻ സാധിക്കുമോ? ഞങ്ങൾ സംസാരിച്ചു, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ ഞങ്ങളൊക്കെ അവിടെ എത്തി. ഈ ശുചീകരണത്തിന് ഞങ്ങൾ തൊട്ട് മുമ്പത്തെ ദിവസം ഇരുന്ന് തീരുമാനിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മേയർ ഉൾപ്പെടെയുള്ള മേയറും ഹെൽത്ത് ചെയർമാനും സെക്രട്ടറിയും ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിൽക്കണമെന്നും ഓരോരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ചെമ്പഴന്തി ഉദയൻ തമ്പാനൂർ ഭാഗം അതോടൊപ്പം തന്നെ സത്യവതി പാളയം ഞാൻ നേരത്തെ പറഞ്ഞ 2 പേര് സ്റ്റാച്യു കൃത്യസമയത്ത് 8:31 ആയപ്പോഴേക്കും കൃത്രിമ മഴ പെയ്ച്ചുകൊണ്ട് അവിടെ ആ പ്രദേശം മുഴുവനും വൃത്തിയാക്കിയതിനു ശേഷം ടാങ്കറുകളൊക്കെ തന്നെ നഗരത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി. അപ്പോഴൊക്കെ തന്നെ നഗരം ഏറെക്കുറെ വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ തുടർന്നു. രാത്രി 2 മണിക്കാണ് 2:15 പൂർത്തിയായത്. 12 മണിക്ക് ഇന്നലെ തന്നെ ഒരു ചർച്ച വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അതിൽ വഞ്ചിയൂർ പ്രദേശത്ത് ശുചീകരണത്തിൽ ഏർപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ട്? വഞ്ചിയൂർ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നല്ലോ. യെസ്, വഞ്ചിയൂർ കോടതി ഭാഗത്ത് ഞങ്ങൾ രാത്രി 11:30 വന്നപ്പോഴേക്കും ഇവർ വളരെ ശുഷ്കാന്തിയോടുകൂടി അവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.